ഹലോ ഗേസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഗേസ്. അപ്പോൾ ഗേസ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 2025 ഐഫോൺ എക്സിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ്. അപ്പോൾ ഗേസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗേസ് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തേക്ക് പോകാം. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ സൂപ്പർ റെറ്റിന OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഡിസ്പ്ലേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വലിയ പോരായ്മ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ആൻഡ്രോയിഡ് ഫോൺസിനൊക്കെ ഈ ഒരു ടൈപ്പ് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ആൻഡ്രോയിഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് LCD ഡിസ്പ്ലേ ആയിരിക്കും. ഇത് കുറച്ചും കൂടി നല്ല ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതേപോലെ ഡോൾബി വിഷൻ HDR സപ്പോർട്ടൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിൽ സപ്പോർട്ടഡ് ആണ്. അടുത്തായിട്ട് ഇതിൻ്റെ ബോഡിയാണ് 174 ഗ്രാമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. അതേപോലെ തന്നെ സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്ന പോലെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ബോഡി വരുന്നത്. ബാക്കും ഫ്രണ്ടും ഗ്ലാസ് ആണ്. അത്യാവശ്യം നല്ലൊരു ഗ്ലാസ് തന്നെയാണ്. ഇത് പിന്നെ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്, അതുകൊണ്ട് തന്നെ ബാക്ക് ഗ്ലാസ് ക്രാക്ക് ആയിട്ടുണ്ട്. അപ്പം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു ബോഡി സെറ്റപ്പ് അടിപൊളിയാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ആണ്. അപ്പം ഈ ഒരു പ്രൈസിന് ഇത്ര നല്ല ബിൽഡ് ക്വാളിറ്റി ഇപ്പം നിൽക്കുന്നതായിട്ട് കിട്ടൂല. പ്ലാസ്റ്റിക് ഫ്രെയിമൊക്കെയാണ് ഇപ്പം വരുന്ന മോഡൽസിന് വരുന്നത്. അതേപോലെ തന്നെ ബാക്കും പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ നല്ലൊരു ബോഡിയാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഫോൺ ലോഞ്ച് ആയിട്ടുള്ളത് 2017 നവംബർ 3 ഈ ഒരു ഫോൺ ലോഞ്ച് ആയിട്ടുള്ളത്. അപ്പം തന്നെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും അത്രയും ഓൾഡ് ആയിട്ടുള്ള ഒരു മോഡലാണിത്. അപ്പോൾ ഇന്നേക്ക് ഈ ഒരു ഫോൺ 8 വർഷം പഴക്കമുള്ള ഫോണാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കണ്ടു കഴിഞ്ഞാൽ 8 വർഷം പഴക്കമുണ്ടെന്ന് തോന്നില്ല. കാരണം അത്രയും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഒരു ഫോണിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ റണ്ണിങ് ആയാലും വളരെ സ്മൂത്താണ്, യാതൊരു ലാഗും നിങ്ങൾക്ക് ഇതിൽ ഫീൽ ചെയ്യാൻ സാധിക്കില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ ഇപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ OS സപ്പോർട്ട് പറയുകയാണെങ്കിൽ iOS 16.7 വരെ നിങ്ങൾക്ക് ഇതിൽ OS സപ്പോർട്ട് വരുന്നില്ലോ. അതിൻ്റെ മുകളിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കില്ല കേട്ടോ. അടുത്തായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് ആപ്പിളിൻ്റെ A11 ബയോണിക് ചിപ്സെറ്റാണ്. അപ്പം ഈ ഒരു ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് റൺ ആവുന്നുണ്ട്. യാതൊരു ലാഗും നിങ്ങൾക്ക് ഇതിൽ ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം അത്യാവശ്യം നോർമൽ ഗെയിമും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് റൺ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ലാഗൊന്നും അധികം ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും നല്ല സ്മൂത്തായിട്ട് തന്നെ ഈ ഒരു ഫോൺ പോകുന്നുണ്ട്. ലാഗും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല ഈ ഒരു ഫോണിൽ. അപ്പോൾ ഇതിൻ്റെ റാം മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 3GB റാമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 12 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ, 12 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസാണ് ബാക്കിൽ വരുന്നത്. ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ് പറയുകയാണെങ്കിൽ 4K 60 FPS നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 7 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1080p 30 FPS മാത്രമേ സപ്പോർട്ടഡ് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് 4K സപ്പോർട്ടഡ് അല്ല. അതേപോലെ 1080p 60 FPS സപ്പോർട്ടഡ് അല്ല. 1080p 30 FPS ആണ് നിങ്ങൾക്ക് ഇതിൽ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇതിൻ്റെ ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിന് ഈ ഒരു ക്യാമറ അത്ര ബോറായിട്ടൊന്നും പറയാൻ പറ്റില്ല. നല്ലൊരു ക്യാമറ ഒക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് മെയിനായിട്ട് ക്യാമറ നിങ്ങൾ നോക്കുന്നതെങ്കിൽ എക്സിലേക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് 11 12 ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഭയങ്കര ക്യാമറ ഒന്നും ഇതിൽ കിട്ടില്ല. ഒരു നോർമൽ രീതിയിലുള്ള ക്യാമറയാണ്, കുറച്ച് ബോറായിട്ടുള്ളൊരു ക്യാമറയാണ്. അപ്പം നല്ല ക്യാമറ ആണെങ്കിൽ 12 11 Proയിലൊക്കെ പോകേണ്ടി വരും. പിന്നെ ഇത്രയും പഴക്കമുള്ള ഫോണായിട്ട് ഇതിന് യാതൊരു എക്സ്ട്രാ കംപ്ലയിൻസും വരുന്നില്ല. അതായത് ഇതിൻ്റെ പവർ ബട്ടണോ അല്ലെങ്കിൽ മ്യൂട്ട് സ്വിച്ചോ ഒന്നിനും ഡാമേജ് ഇപ്പോഴും ഈ ഒരു ഫോണിൽ വന്നിട്ടില്ല. പിന്നെ ഇതിൽ ഫേസ് ID സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഫേസ് ID ഒക്കെ അടിപൊളിയൊക്കെ തന്നെയാണ്. ആപ്പിളിൻ്റെ ഫേസ് ID എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ID ആയിരിക്കും ആപ്പിളിൻ്റെ എന്ന് പറയുന്നത്. അടുത്തായിട്ട് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ തന്നെ 2716 mAh ഒരു ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 15 വാട്ട്സാണ് ഇതിൻ്റെ ചാർജിങ് സ്പീഡ് വരുന്നത്. ലൈറ്റ്നിങ് ആണ് കേബിൾ വരുന്നത്. ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ബോറായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. തീരെ പോരാന്ന് പറയാൻ പറ്റും. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വേഗം ബാറ്ററി തീരുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പം ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ ഒട്ടും പോരാന്നേ പറയാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ബാറ്ററിയൊക്കെ നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടിയ മോഡൽ തന്നെ എടുക്കേണ്ടി വരും. ഇത് ബാറ്ററി അധികമായിട്ട് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. വേഗം ചാർജ് തീരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഇത്രയുള്ളൂ ഇതിനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇപ്പോൾ ഈ ഒരു ഫോൺ എടുക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ യൂസ് അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പം ഒരു ഐഫോൺ സ്റ്റാർട്ട് ചെയ്തിട്ട് വരാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് അത്രയൊന്നും ഇല്ലെങ്കിൽ ഒന്ന് നോക്കാൻ പറ്റുന്നൊരു മോഡലാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 8 8 പ്ലസ്
അതൊക്കെ എടുക്കുന്നതിന് പകരം ഇതെടുക്കുന്നതിനായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ഈ ഒരു സമയത്ത് ഐഫോൺ 7+, 8+ ഒന്നും എടുക്കാൻ പോകരുത്. കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് തീരെ യൂസ് ചെയ്യാൻ പറ്റാത്ത മോഡൽസാണ്. മിനിമം എക്സ് തന്നെ വേണ്ടി വരും ഇപ്പോൾ യൂസ് ചെയ്യാനായിട്ട്. എക്സും ഇപ്പം വാങ്ങണ്ടെന്നേ പറയാൻ പറ്റൂ. കാരണം ഐഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധികം ബഡ്ജറ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം എക്സ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ പറയുന്നത് 12ലേക്ക് പോകാനാണ്. 12 ആണ് കുറച്ചും കൂടി ബെറ്റർ. നിങ്ങൾക്ക് 5G നെറ്റ്വർക്കും കിട്ടും, അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് നിങ്ങൾക്ക് അതിൽ കിട്ടും. ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്കൊരു 8,000 9,000 രൂപക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ആ ഒരു പ്രൈസിന് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒരു സെക്കൻഡറി ഫോണാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇത് നിങ്ങൾ മെയിൻ ഫോണായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പവർ ബാങ്ക് കൂടി വാങ്ങിച്ചു വെക്കേണ്ടതായിരിക്കും. കാരണം ബാറ്ററി അത്ര നിങ്ങൾക്ക് ഇതിൽ നിൽക്കുന്നതായിരിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന മോഡൽസിൻ്റെ ബാറ്ററി ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അപ്പം ഇത്രയും പഴക്കമുള്ള ഒരു മോഡലായിക്കൊണ്ട് തന്നെ ഒരിക്കലും കമ്പനിയിൽ നിന്ന് വരുന്ന ബാറ്ററി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുന്നതല്ല. അപ്പം സെക്കൻഡറി ബാറ്ററി ഇട്ട ഒരു മോഡലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ബ്രാൻഡ് ബാറ്ററി അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അത്രയുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിന് നല്ല വീഡിയോ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.